നേരത്തെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ വയ്ക്കോ. ഇവളിവിടെ നിൽപ്പുണ്ടോ? ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. അത് സാർ ഒരു അബദ്ധം പറ്റിയതാ. പിന്നെ അബദ്ധം എന്നാണ് പറയുന്നത്? എന്തുണ്ടെങ്കിൽ എന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞ പോരായിരുന്നു. അത് പിന്നെ ഞങ്ങള് ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതാ അടങ്ങുന്നു, അതുകൊണ്ട് പൊയ്ക്കോ. ബിസിനസ് ഡോക്ടർ ആയിരിക്കും. എനിക്കും കൂടെ ഉള്ളതുണ്ടോ നോക്കൂ. എന്റെ പേരുണ്ടോ? ഇത് നമ്മുടെ പ്രോജക്റ്റിന്റെ അത് തന്നെ. ലാസ്റ്റ് മിനിറ്റ് അപ്ഡേഷൻ വിളിച്ച് പറഞ്ഞില്ലേ, അത് നിങ്ങൾ ചെയ്തില്ല. ഒന്നും ചെയ്തുകൂടാ. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തില്ല, നിങ്ങൾ വിശ്വസിച്ചിരുന്നു. സർ, അത് ആക്ച്വലി എന്റെ മിസ്റ്റേക്കാ. ഞാൻ ആ മെയിലിൽ ലാസ്റ്റ് ചെക്ക് ചെയ്തില്ലായിരുന്നു. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളെല്ലാം നോക്കാമെന്ന് വിചാരിച്ചാൽ ഈ ടീമിനെ ഞാൻ സെറ്റ് ചെയ്തത്. ഇപ്പൊ എന്ത് ചെയ്യാന്ന് പറ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ശ്രദ്ധിച്ചൂടെ? എല്ലാം ഞാൻ സ്പൂൺ ഫീഡ് ചെയ്ത് തരണോ നിങ്ങളുടെ കയ്യിലോട്ട്? എന്നാൽ ലാസ്റ്റ് മിനിറ്റ് അപ്ഡേഷൻ ആയതുകൊണ്ട് ഒരു 3 ദിവസം സമയം ഞാൻ ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇനി അതിന്റെ സമയത്ത് തീർത്തുക. ടോമെ, അതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനിക്ക് ടോമിന്റെ ഹെൽപ്പ് വേണം. ചെയ്തു കൊടുക്കണം കേട്ടല്ലോ. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം. ഞങ്ങൾ 3 പേരും കൂടെ ചെയ്യാം. എന്ത് കാണിച്ചാലും വേണ്ടല്ലേ, ചെയ്ത് തന്നാ മതി. ശരി, ഓക്കെ സർ, താങ്ക് യു സർ. ഇത് പറയാൻ വേണ്ടി ഞാൻ ടോമിനെ വിളിച്ചാണ്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എവിടെ പോയിക്കായിരുന്നു? അല്ല ബോസ്, ഞാൻ വിളിച്ച് പറഞ്ഞ കാര്യത്തിന്റെ ഇതുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചല്ല. എന്തോന്ന് കാര്യം? ഞാൻ പറഞ്ഞല്ല ബോസ്. ടോം ഇന്നലെ എന്നെ വിളിച്ചിരുന്നല്ലേ? എന്തിനായിരുന്നു അത്? അല്ല, എന്നെ എപ്പോഴായിരുന്നു വിളിച്ചത്? അല്ല ബോസ്, ഡ്രൈവ് ചെയ്തിട്ടുണ്ടപ്പോൾ ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു. ഓ, അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഹലോ, എന്താണത്? സത്യം പറഞ്ഞാൽ ടോം വിളിച്ചാൽ പറഞ്ഞത് ഞാൻ കേട്ടില്ലായിരുന്നു. പിന്നെ തിരിച്ചു വന്ന് ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു, അല്ല ഇറങ്ങിയായിരുന്നു. അല്ലേ, എന്തായിരുന്നു പറയാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം? ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ പക്ഷേ ഈ ലാസ്റ്റത്തെ അപ്ഡേറ്റ് അത് കറക്റ്റായിട്ട് എൻ്റർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ റിക്വയർമെന്റ് ഒക്കെ മീറ്റ് ചെയ്തോ എന്ന് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞ് ഞാൻ വിളിച്ചത്. ടോം അതൊക്കെ ഒബ്സർവ് ചെയ്തിരുന്നില്ലേ? എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ഇവരെ വിശ്വസിച്ചു. ഇവര് ഇതൊക്കെ നോക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയുടെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തെറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സത്യം. കുഴപ്പമില്ല, എന്തായാലും 3 ദിവസം കിട്ടിയല്ലോ. അതിനകത്തൊന്നും തീർത്താൽ മതി എല്ലാവരും കൂടെ. ആഷിക്ക് പറഞ്ഞ സത്യം. ഇത് ഉടനെ എങ്ങും തീരത്തില്ല. നമ്മുടെ ലൈഫിൽ വേറെ എന്തൊക്കെയോ വരാൻ പോകുന്നു. ഇതിങ്ങനെ തന്നെ തുടരും. അല്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് 3 ദിവസം കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ, അതിനകത്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കുഴപ്പമില്ല.